ശ്രീ വായൂർ സോമൻ, അങ്ങേക്ക് 11 മിനിറ്റ് സംസാരിക്കാം. സർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ പൂർണ്ണമായും പിന്താങ്ങുകയാണ്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാനത്ത് ഞെരുക്കുമ്പോഴും സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവനമാർഗം സിദ്ധിക്കുന്നതും എല്ലാ മേഖലകളെയും പരിഗണിക്കുന്നതുമായ ബഡ്ജറ്റാണ് ധനമന്ത്രി ഇവിടെ അവതരിപ്പിച്ചത്. കേന്ദ്രത്തിൻ്റെ ശത്രുതാപരമായ അവഗണനയും പ്രതിസന്ധികളും ഉൾക്കൊള്ളാതെ ദീർഘവീക്ഷണത്തോടെയുള്ള ബഡ്ജറ്റാണ് എന്ന് ആർക്കും തർക്കമില്ല. സർ, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഒന്നുപോലും പരിഗണിക്കാതെ കേരളത്തെ അപ്പാടെ അവഗണിച്ച ബഡ്ജറ്റാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 1-ാം തീയതി കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. സ്ഥാനങ്ങൾക്കുള്ള കൈമാറ്റങ്ങൾക്കായി നീക്കിവെച്ച തുകയിൽ 37,854 കോടി വെട്ടിക്കുറച്ചതും കാർഷിക മേഖലയ്ക്കുള്ള അടങ്കൽ കുറച്ചതും ഭക്ഷ്യ സബ്സിഡി വെട്ടിക്കുറച്ചതും കേരളത്തെ ഗുരുതരമായി ബാധിക്കുന്ന സ്ഥിതിവിശേഷമാണ് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചിട്ടുള്ളത്. കൃഷിയും പാവപ്പെട്ടവർക്ക് അന്യമാക്കി കോർപ്പറേറ്റുകൾക്ക് കാഴ്ചവെക്കുന്ന ആപത്കരമായ നിർദ്ദേശങ്ങളടങ്ങുന്ന ബഡ്ജറ്റായിരുന്നു ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ വികസന മുദ്രാവാക്യം മോദിയുടെ ഗ്യാരണ്ടി എന്നാണ്. കഴിഞ്ഞ 10 വർഷമായി മോദിയുടെ ഗ്യാരണ്ടികൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2014 രാജ്യത്തിൻ്റെ പൊതുകടം 55.8 ലക്ഷം കോടി എന്നത് നിലവിൽ 172.4 ലക്ഷം കോടിയായി. ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 410 രൂപയിൽ നിന്നും 912 രൂപയായി. തൊഴിലില്ലായ്മ നിരക്ക് 5.4% നിന്നും 8.7%. 58.63 എന്ന ഡോളർ നിരക്ക് 83.12 ഉയർന്നു. ശതകോടീശ്വരന്മാരുടെ എണ്ണം 63 നിന്നും 259 പെട്രോളിനുള്ള കേന്ദ്ര നികുതി ലിറ്ററിന് 9.48 ആയിരുന്നത് 19.9 രൂപയായും ഡീസലിനുള്ള കേന്ദ്ര നികുതി ലിറ്ററിന് 3.56 നിന്നും 15.8 രൂപയിലേക്ക് മാറുകയും ചെയ്തതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. കോർപ്പറേറ്റുകളെ അനുകൂലിക്കുന്ന തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റാണ് ഇത്തവണത്തെ കേന്ദ്ര സർക്കാരിൻ്റേത്. കാർഷിക മേഖലയെയും തൊഴിൽ മേഖലയെയും അപ്പാടെ അവഗണിക്കുന്ന ഉദ്ദേശങ്ങളാണ് കേന്ദ്ര ബഡ്ജറ്റിലുള്ളത്. കാർഷിക മേഖലയിൽ സംഭരണം, ശേഖരണം, വിതരണം അടക്കമുള്ളവ സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് കൈമാറാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളെയും സാരമായി ബാധിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. 25 കോടിയോളം പേർ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിക്കായി 2 ലക്ഷം കോടി വേണ്ടിടത്ത് കേന്ദ്ര സർക്കാർ ഈ ബഡ്ജറ്റിൽ അനുവദിച്ചത് 86,000 കോടി മാത്രമാണ്. പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള സമീപനം എന്താണ് എന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. കേന്ദ്ര ബഡ്ജറ്റ് ധനക്കമ്മി അടുത്ത വർഷം 5.1% കുറയ്ക്കുമെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ 3% താഴെയാണ് എന്നുള്ളത് സാമ്പത്തിക അച്ചടക്കത്തോടെയാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നത് വ്യക്തമാകും. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും വിദ്യാഭ്യാസവും ആരോഗ്യവും സാമൂഹ്യക്ഷേമ പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ബഡ്ജറ്റായിരുന്നു ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ചത്. നവകേരള സദസ്സിനെ കളിയാക്കിയവർക്ക് ചുട്ട മറുപടിയാണ് ഈ ബഡ്ജറ്റിൽ നൽകിയിരിക്കുന്നത്. നവകേരള സദസ്സിൽ ഉയർന്ന നിർദ്ദേശങ്ങളിൽ വികസന പദ്ധതികൾക്കായി 1000 കോടി രൂപ ചെലവഴിക്കാനും ജനാധിപത്യ സംവിധാനത്തിന് ശ്രദ്ധേയമായ നവകേരള സദസ്സിലെ ചർച്ചകളിൽ ഉയർന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായുള്ള പ്രോജക്റ്റ് രൂപീകരണത്തിന് 35 കോടി രൂപയും ഓരോ മണ്ഡലത്തിലും വിശദ പദ്ധതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി 25 ലക്ഷം രൂപ വീതവും അനുവദിച്ചതും നവകേരള സൃഷ്ടിക്കായി LDF സർക്കാർ കേരളത്തിലെ ജനങ്ങളോടൊപ്പം എന്നതിൻ്റെ തെളിവായി ഞാൻ കാണുന്നു. തൊഴിലാളിക്ഷേമം മേഖലയിലെ വിവിധ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമായി സംസ്ഥാന ബഡ്ജറ്റിൽ 464.44 കോടി മാറ്റിവെച്ചത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും ആശാവർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ വാസയോഗ്യമാക്കുവാൻ കഴിഞ്ഞ 3 ബഡ്ജറ്റിലായി 10 കോടി രൂപ അനുവദിച്ചതും ഇടുക്കി പാക്കേജിന് 75 കോടി രൂപ അനുവദിച്ചതും പദ്ധതികൾ തയ്യാറാക്കി വേഗത്തിൽ
നടപ്പിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. 2018 പ്രളയത്തിൽ തകർന്ന മൂഴിക്കൽ തോപ്പിൽ കടവ് പാലം, പാലൂർക്കാവ് പാലം എന്നിവ പുനർനിർമ്മിക്കുവാൻ ബഡ്ജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ ആവശ്യമായ തുക അനുവദിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിൽ ദിനംപ്രതി വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കൂടി വരികയാണ്. പക്ഷേ വിനോദസഞ്ചാരികൾക്ക് വന്നു പോകുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ വാഗമൺ ടൂറിസം കേന്ദ്രത്തിൻ്റെ വികസനത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. അർഹമായ ഫണ്ട് അനുവദിക്കാതെ നാഷണൽ ഹെൽത്ത് മിഷൻ പ്രവർത്തനത്തെ സർക്കാർ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോഴും പദ്ധതിയെയും ജീവനക്കാരെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇത്തവണത്തെ സംസ്ഥാന വിഹിതമായി 465.2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുകയും പുതിയ നിയമനങ്ങൾ നടത്താതിരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുവരവിലും പ്രവർത്തന ലാഭത്തിലും കുതിച്ചുയരുകയാണ്. സംസ്ഥാനത്ത് 57 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു. മുൻ വർഷം നഷ്ടമുണ്ടാക്കിയ 12 പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇപ്പോൾ ലാഭത്തിലാണ്. സംസ്ഥാനത്ത് 3 IT പാർക്കുകളിലായി 2016 ശേഷം 59 കമ്പനികളുടെയും 63,000 ജീവനക്കാരുടെയും വർധനമാണ് ഉണ്ടായത്. കോഴിക്കോട് സൈബർ പാർക്കിൽ കമ്പനികളുടെ എണ്ണം 4-ൽ നിന്ന് 83-ആയും ജീവനക്കാരുടെ എണ്ണം 65-ൽ നിന്ന് 22,000-ആയും ഉയർന്നു. 2016 300 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നത് ഇന്ന് അത് 5,000 കടന്നു. 5,500 കോടി രൂപയുടെ നിക്ഷേപവും 50,000 തൊഴിലവസരവും സൃഷ്ടിക്കപ്പെട്ടു. വ്യവസായ സൗഹൃദ അന്തരീക്ഷം നടത്താനാവില്ല എന്ന നുണപ്രചാരങ്ങൾക്കുള്ള ചുട്ട മറുപടിയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിയമപരമായി കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്കും വായ്പാ പരിധി നിശ്ചയിച്ചത് മൊത്തം ആഭ്യന്തര വരുമാനത്തിന് 3%. കേന്ദ്ര സർക്കാർ വായ്പ എടുത്ത് 5.8%. കേരളത്തിന് ലഭിച്ചതാകട്ടെ 2.5%. എന്നിട്ടാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ചെന്ന് കേരളം അപകടകരമായ സാമ്പത്തിക സ്ഥിതിയിലാണ് എന്ന് വാദിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP ഫെഡറൽ തത്വങ്ങളെല്ലാം തകർത്ത് ഏകാധിപത്യ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അർഹമായ വിഹിതമോ പദ്ധതികളോ കൊടുക്കാതെ എല്ലാ വിധത്തിലും സംസ്ഥാനങ്ങളെ സാമ്പത്തികമായും വരിഞ്ഞു മുറുക്കുകയാണ്. കടമെടുപ്പ് പരിധിയും അകാരണമായി വെട്ടിക്കുറയ്ക്കുന്നു. നികുതി വിഹിതം കുറച്ചതിലൂടെ 57,000 കോടി രൂപയുടെ കുറവാണ് കേരളത്തിന് വരുത്തിയത്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും സമാനമായ അവഗണനകളുടെ കഥയാണ് പറയാനുള്ളത്. പക്ഷേ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിന് മാത്രം അത് അത്രയ്ക്ക് മനസ്സിലാകുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള വഞ്ചനാപരമായ BJPയുടെ നിലപാടുകൾക്ക് കുടപിടിക്കുന്ന സമീപനമാണ് സംസ്ഥാനത്തെ UDF ആളുകൾ സ്വീകരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതത്തിൽ അസമത്വ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. നികുതി വിഹിതത്തിൽ 17.939% ഉത്തർപ്രദേശിനും 10.058% ബീഹാറിനും 7.85% മധ്യപ്രദേശിനും 6.317% മഹാരാഷ്ട്രയ്ക്കും നൽകുമ്പോൾ കേരളത്തിന് നൽകുന്നത് വെറും 1.925% മാത്രം. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തെ സാമ്പത്തികമായി തകർത്ത് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള BJPയുടെ കുതന്ത്രം ആണ് എന്ന്. രാജ്യത്തെ ഫെഡറൽ തത്വങ്ങളുടെ തകർച്ചയുടെ തുടക്കം BJP കൊണ്ടുവന്ന ഇലക്ട്രിക്കൽ ബോണ്ടും എന്നും 5,000 കോടിയിൽ പരം രൂപയാണ് BJPക്ക് ബോണ്ടുകൾ വഴി ലഭിച്ചതെന്നും ഈ പണം ഉപയോഗിച്ച് MLA-മാരെ വിലയ്ക്ക് വാങ്ങി സർക്കാരുകളെ വീഴ്ത്തുന്ന നയമാണ് BJP സ്വീകരിച്ചു വരുന്നതെന്ന് മുൻ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ പറഞ്ഞത് ഇവിടുത്തെ UDF നേതാക്കന്മാർ ഓർക്കുന്നത് നന്നായിരിക്കും. സംസ്ഥാനത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്ത സർക്കാരായി രണ്ടാം പിണറായി സർക്കാർ മാറുകയാണ്. ആദ്യ 2 വർഷത്തിനിടയിൽ വിതരണം ചെയ്ത പട്ടയങ്ങൾ 1,21,604 ആണെങ്കിൽ ഈ മാസം 22-ാം തീയതി നടക്കുന്ന പട്ടയമേള കൂടി കഴിയുമ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം 1.5 ലക്ഷം കവിയും. അർഹതപ്പെട്ടവർക്കെല്ലാം ഭൂമി എന്നത് ഒരു വെറും വാക്കല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അർഹതപ്പെട്ടവരെ കണ്ടെത്താനും അവർക്ക് ഭൂമി നൽകാനും ആരംഭിച്ച പട്ടയ മിഷൻ ഈ രംഗത്ത് ഒരു വലിയ ചലനമാണ് സൃഷ്ടിച്ചത്. ഭൂരഹിതരെ കണ്ടെത്താനും പട്ടയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ജനപ്രതിനിധികൾ കൂടി അവസരം നൽകിയ പട്ടയ അസംബ്ലി പട്ടയ മിഷൻ്റെ ഭാഗമായി ആരംഭിച്ചതാണ്. MLA-മാരാണ്
പട്ടയ അസംബ്ലിയുടെ ചുമതലക്കാർ. പട്ടയ അസംബ്ലിയിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ ഒരു ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. പട്ടയ ഡാഷ്ബോർഡിലെ വിഷയങ്ങൾ മന്ത്രി തന്നെ നേരിട്ട് അദാലത്ത് നടത്തുന്നു എന്നതും അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഇത്തരം വിഷയങ്ങൾ പരിഹരിച്ച് പട്ടയം നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ MLA-മാർക്ക് അവസരം ലഭിക്കുന്നത് ആദ്യമായാണ്. അതേപോലെ തന്നെ പട്ടയ മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ മണ്ഡലം ചെയർമാൻമാരായ MLA-മാർ കൂടി ഉത്തരവാദികളാവുകയാണ്. എന്നാൽ പട്ടയ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇത്തവണ ബഡ്ജറ്റിൽ തുക വരുത്തിയിട്ടില്ല എന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ തീർച്ചയായും ബാധിക്കും. പട്ടയ മിഷന് വേണ്ടി ബഡ്ജറ്റിൽ ആവശ്യമായ തുക വരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. BJP-യുടെ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ അംഗീകരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും ശിക്ഷിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഗവർണർമാരെ ഭരണഘടനാ വിരുദ്ധമായി ഉപയോഗിച്ചും കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിച്ചും BJP ഇതര സർക്കാരുകളെ ദുർബലപ്പെടുത്തുന്ന മോദി സർക്കാരിനെ പുറത്താക്കിയാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വഴിയെന്ന് ഡൽഹി സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാർ പറഞ്ഞത് എന്ന വിവരം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഓർക്കുന്നത് നന്നായിരിക്കും. BJP-ക്കെതിരെയുള്ള കർണാടകത്തിലെ സമരത്തെ ന്യായമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ സമരത്തെ തള്ളിപ്പറഞ്ഞതിലൂടെ 3.5 കോടി മലയാളികളെയാണ് അപമാനിച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ അവകാശത്തിന് ഒപ്പം നിൽക്കാത്ത കോൺഗ്രസിനെയും UDF-നെയും ജനങ്ങൾ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. താങ്ക് യു മിസ്റ്റർ വാഴൂർ സോമൻ.